ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. അപ്പോൾ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഏകദേശം 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ആദ്യം തന്നെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ UG പഠിക്കുന്നുണ്ടാവും, 5th സെമസ്റ്ററിലൊക്കെ ഇത് ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 5th സെമസ്റ്ററിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, ചിലപ്പോൾ പഠിക്കാനിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പറയാനുള്ളത് ആ എലമെന്റ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബോഡിയിലുള്ള പല പിഗ്മെന്റ്സ് കാര്യങ്ങൾ, പിന്നെ മെറ്റലോപോർഫിൻസ്, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, കാർബോണിക് എൻഹൈഡ്രേസ്, അതാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ മെക്കാനിസം, അത് ഓക്സിജനേറ്റഡ് ആവുമ്പോൾ എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ കുറെ എലിമെന്റ്സ് ഉണ്ട്. നമ്മളെ ബോഡിയിലല്ല, നമ്മളെ യൂണിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വി ഹാവ് എ ലോട്ട് ഓഫ് എലിമെന്റ്സ്. പക്ഷെ എല്ലാ എലിമെന്റ്സും ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ കുറെ എലിമെന്റ്സ് ഉണ്ട് എന്നുള്ളത് അറിയാം. നമ്മളെ ബോഡിയിൽ ഏതൊക്കെ എലിമെന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്, ഏതൊക്കെയാണ് കുറച്ച് എമൗണ്ടിലുള്ളത്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടോക്സിക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറെ നമ്മൾ 10th മുതലേ പഠിച്ചു വരുന്നതാണ്. ദീസ് ആർ മാക്രോ എലിമെന്റ്സ്, ദീസ് ആർ മൈക്രോ എലിമെന്റ്സ്, അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെ ബോഡിയിലെ ബയോളജിക്കൽ സിസ്റ്റത്തിന്റെ ആക്ഷന്റെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി ആക്ഷൻ ഓൺ ബയോളജിക്കൽ സിസ്റ്റം, എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് എസെൻഷ്യൽ, then trace elements, non-essential elements and toxic elements. Essential elementsനെ കുറിച്ച് പറയുകയാണെങ്കിൽ essential elements ഇത്ര മാത്രമല്ല ഉള്ളത്, ഇതിലും കൂടുതൽ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് ഇപ്പം ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 5 എലമെന്റ്സ് വിച്ച് ആർ കോൾഡ് ബൾക്ക് എലമെന്റ്സ്, അത് നമ്മുടെ ബോഡിയിൽ ഒരു കൂടുതൽ പെർസെൻറ്റേജ് അബണ്ടൻസ് ഉണ്ടാവും. ഈ ബൾക്ക് എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ, ഇതിന്റെ ഒരു അബണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി ബോഡിലി ആക്ടിവിറ്റീസ് ഓർ ലൈഫ് പ്രോസസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ഈ എസെൻഷ്യൽ എലിമെന്റ്സ്. ട്രേസ് എലിമെന്റ്സിന് ചോദിക്കുകയാണെങ്കിൽ ട്രേസ് എലിമെന്റ്സ് ആർ ഓൾസോ നെസസറി ഫോർ ദി ബോഡിലി ഫംഗ്ഷൻ. നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമുണ്ട്, പക്ഷെ ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറില്ലേ, വൈറ്റമിൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ ചെറിയൊരു എമൗണ്ട് മതി നമ്മളെ ബോഡിക്ക്, നമ്മളെ ബോഡിലി ഫംഗ്ഷൻസിന് അത്ര എമൗണ്ട് മതി. അപ്പൊ അത്തരം എലമെന്റ്സ് ആണ് എന്ത് ട്രേസ് എലമെന്റ്സ്. ഇപ്പം അയഡിൻ നമ്മളെ തൈറോയിഡിലൊക്കെ ഉള്ള ഒരു എലിമെന്റ് ആണ് അയഡിൻ. അയഡിനൊക്കെ വളരെ ചെറിയൊരു എമൗണ്ടിൽ മതി. അത് കൂടിപ്പോയാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ട്രേസ് എലമെന്റ്സ്. ഇനി അടുത്ത സെറ്റ് ഓഫ് കാറ്റഗറിയാണ് നോൺ എസെൻഷ്യൽ എലമെന്റ്സ്. നോൺ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്ര ആവശ്യമൊന്നുമില്ല. അതിപ്പോ ഇനി ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും എലമെന്റ്സ് ഇതിന്റെ ഫങ്ഷൻസ് ചെയ്യും. അത്തരം എലമെന്റ്സ് ആണ് നോൺ എസെൻഷ്യൽ എലമെന്റ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ടോക്സിക് എലമെന്റ്സ് ആണ്. ടോക്സിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാഡ്മിയം, മെർക്കുറി, അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ വരും നമ്മളെ ബോഡിയിൽ എക്സസ് ആയിട്ട് വരുമ്പം ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നമ്മളെ ബോഡിക്ക് ഉണ്ടാവുക. ഇപ്പം മെർക്കുറി പോയിസണിങ് ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് ഭയങ്കര അഡ്വേഴ്സ് ആയിട്ട് ഇപ്പൊ കാൽഷ്യത്തിന്റെ ആക്ടിവിറ്റി ഒക്കെ മിമിക് ചെയ്യുന്ന കുറെ പ്രോസസ് ഒക്കെ നടക്കും. അങ്ങനത്തെ അത്തരം എലമെന്റ്സ് ആണ് ടോക്സിക് എലമെന്റ്സ്. അപ്പൊ നമ്മളെ ബോഡിയിൽ ആ എലിമെന്റ്സ് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മതി. നമ്മൾ ഒരു ഹെൽത്തി ബോഡിക്ക് ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മാത്രം മതി. അതിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മളിപ്പം മലയാളത്തിലൊക്കെ വരാം, അമിതമായാൽ അമൃതവും വിഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ഒരു ഹെൽത്തി കണ്ടീഷന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ മതി. അതിൽ കുറഞ്ഞു പോയാൽ ഇറ്റ് ഇസ് ഡെഫിഷ്യൻസി ആൻഡ് വിച്ച് വിൽ ലീഡ് ടു ഡെത്ത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് മോർ ഇറ്റ് ലീഡ്സ് ടു ടോക്സിക് എഫക്ട് ആൻഡ് ദിസ് ഓൾസോ കോസ് ടു ഡെത്ത്. അത് നമ്മൾ ആ ഒരു ഗ്രാഫ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് എലിമെന്റ്സ്, നമ്മളെ ബോഡിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സും അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ബൈഹാർട്ട് പഠിക്കേണ്ടി വരും.
ജാം ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് അത്ര മാത്രമാണ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് വരിക. അല്ലാണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഭയങ്കര ഓർമ്മിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നും വരില്ല. പക്ഷെ നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല ഒരിക്കലും. അതിപ്പോ നിങ്ങൾ നെറ്റിന് പോവുകയാണെങ്കിലും ഗേറ്റിന് പോവുകയാണെങ്കിലും ഏതൊരു എക്സാമിന് പോവുകയാണെങ്കിലും ഇതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഇതിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇത് പഠിക്കുകയാണെങ്കിൽ. പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കൺഫ്യൂസിങ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഓരോന്നിന്റെ ഫങ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോവാൻ ചാൻസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ആ കാറ്റഗറിയിൽ വരുന്നതാണ് കാൽഷ്യം. കാൽഷ്യം നമുക്കറിയാം, കാൽഷ്യം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ല, കാൽഷ്യം എവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്? നമ്മൾ വീട്ടിലൊക്കെ പറയാറില്ലേ കാൽഷ്യം കുറഞ്ഞ്, ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാൽഷ്യം കുറഞ്ഞ് കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാറില്ലേ? എന്തിനാണ്, എന്താ സംഭവിക്കുന്നത്? പ്രായം കൂടുമ്പോൾ നമ്മളെ ബോൺസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറയും. ബോൺസിന്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ എന്താണ് അവിടെ എന്താണ് നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കും. കുറെ വീട്ടിലൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ്സ് എടുക്കാൻ പറയും. പിന്നെ കൂടുതൽ നെല്ലിക്ക അങ്ങനത്തെ പോലത്തെ ഐറ്റംസ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറയും ഡോക്ടേഴ്സ്. അതൊക്കെ എന്തിനാ? കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡീന്റെ സ്ട്രക്ചറൽ പാർട്ട് ഉണ്ടാക്കുന്ന ഒരു മെയിൻ മെറ്റൽ ആണ് കാൽഷ്യം ഫോർ ദി സ്ട്രെങ്ത് ഓഫ് ദി ബോഡി. അങ്ങനെ പറഞ്ഞാൽ ബോൺസ് ടീത്ത് അതിന്റെ ഒക്കെ സ്ട്രെങ്ത് കൂട്ടുന്നത് കാൽഷ്യമാണ്. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി, കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഈ പറയുന്ന ഒരു ഡിസീസാണ് ഓസ്റ്റിയോപോറസിസ്. പിന്നെ ഹൈപ്പോകാൽസിമിയ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും കണ്ടിട്ടില്ല. ഓസ്റ്റിയോപോറസിസ് ആണ് മെയിൻ ആയിട്ട് കണ്ടത്. പിന്നെ വീക്കനിങ് ഓഫ് ബോൺസ്. എക്സസ് ആയാൽ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് ഫോർമേഷൻ ഓഫ് സ്റ്റോൺസ്. നമ്മൾ കല്ല് വന്ന് അങ്ങനെ പറയാറില്ലേ? നമ്മള് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഒരു ഡിസീസാണ് കല്ല്. അപ്പോൾ അങ്ങനത്തെ ഒരു അത് കാൽഷ്യം എക്സസ് ആയാലുള്ള ഒരു ഡിസീസാണ് സ്റ്റോൺ എന്ന് പറഞ്ഞത്. പിന്നെ കാറ്ററാക്ട്, അത് നിങ്ങൾക്ക് അറിയാൻ മതിയോ. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ നമ്മൾ ആ കാസ്കേഡ് പ്രോസസ്സിൽ മെയിൻ ആയിട്ട് ഒരു കാൽഷ്യത്തിന്റെ ഫാക്ടർ ഉണ്ട്. ആ കാൽഷ്യത്തിന്റെ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് മെറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഇസ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ ഫോട്ടോസിന്തസിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ഉള്ള ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിലിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ പറയും. ഈ ക്ലോറോഫില് മെഗ്നീഷ്യത്തിന്റെ ഒരു മെഗ്നീഷ്യം മെറ്റലാണ് പോർഫൈറിനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഫോട്ടോസിന്തസിസ്, ഇൻ ഗിവിംഗ് ഗ്രീൻ കളർ ഫോർ ദി പിഗ്മെന്റ്. അങ്ങനത്തേനൊക്കെ മെഗ്നീഷ്യം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ATP ഇസ് ദി എനർജി പാക്ക് അല്ലെ, എനർജി കറൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ATPന്റെ കോഫാക്ടർ ആണ് മെഗ്നീഷ്യം. പിന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, DNA ട്രാൻസ്ക്രിപ്ഷൻ, RNA ഫംഗ്ഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അങ്ങനത്തെ എല്ലാ ഇതിനും എന്ത് വേണം? മെഗ്നീഷ്യം വേണം. ഓക്കെ, ആ കാര്യങ്ങൾ അത്ര ചോദിക്കാറില്ല, മൂന്നാമത്തെ പോയിന്റ് അത്ര ചോദിക്കാറില്ല. പക്ഷെ എന്നാലും മാച്ച് ദി ഫോളോയിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എഴുതിയത്. ഈ സോഡിയം പൊട്ടാസ്യം, നെക്സ്റ്റ് സോഡിയം പൊട്ടാസ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സോഡിയം പൊട്ടാസ്യം പമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻട്രാസെല്ലുലർ ചാർജ് ട്രാൻസ്ഫർ നിങ്ങൾക്കറിയാം. ഇപ്പം 3 സോഡിയം പോവുകയാണെങ്കിൽ 2 പൊട്ടാസ്യം വരും. അങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ല. സോഡിയം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രാസെല്ലുലർ ട്രാൻസ്പോർട്ടിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ 3 സോഡിയം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം 2 പൊട്ടാസ്യം ഇൻട്രാസെല്ലുലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പൊ അത് നമ്മളെ ബോഡിയിലെ ഓസ്മോട്ടിക് ബാലൻസിന് വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് ബാലൻസ്. പിന്നെ ചാർജ് കാരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇൻട്രാസെല്ലുലർ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ മെംബ്രെയിൻ അവിടെ ഒരു ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ മെറ്റലാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇനി നമ്മൾ കൊബാൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ B12 അല്ലെങ്കിൽ സൈനോ കൊബാലമീൻ. വൈറ്റമിൻ B12ന്റെ വേറൊരു പേരാണ് സൈനോ കൊബാലമീൻ.
സൈനോകൊബാലമീനിലെ മെയിൻ മെറ്റൽ ഏതാണ്? കൊബാൾട്ട് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ക്ലോറോഫിൽ ഏതാ? മെഗ്നീഷ്യം. ക്ലോറോഫിൽ ഏതാ? മെഗ്നീഷ്യം. വൈറ്റമിൻ B12 ഏതാ? കൊബാൾട്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ലാസ്റ്റിലേക്ക് എല്ലാം കൂടെ വരുമ്പം ഒരു സദ്യപരിവാവും. എന്താ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഇന്ന് തന്നെ പോയി പഠിക്കുക. ഇത് ഓരോന്ന് എടുക്കുമ്പോ അപ്പം പോയി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് തലയിൽ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇത് മറന്നു പോകും പെട്ടെന്ന്. ഇനി വൈറ്റമിൻ B12 അതിന്റെ വേറൊരു പേരാണ് സൈനോകൊബാലമീൻ. അതിൽ ഉള്ള ഒരു മെയിൻ മെറ്റൽ ആണ് കൊബാൾട്ട്. പിന്നെ RBC ഫോർമേഷനിൽ ഇറ്റ് വിൽ ഹെൽപ്പ്. കൊബാൾട്ട് വിൽ ഹെൽപ്പ് ഇൻ RBC ഫോർമേഷൻ. അതുകൊണ്ട് തന്നെ ഇഫ് ഇറ്റ് ഈസ് ഡെഫിഷ്യന്റ്, ഇഫ് cobalt element or cobalt metal is deficient in our body, it leads to pernicious anemia. Anemia നമ്മൾ പറയില്ലേ, ഹീമോഗ്ലോബിന്റെ കുറവ്. ഹീമോഗ്ലോബിന്റെ കുറവിന് പറയുന്ന പേരാണെന്ത്? അനീമിയ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ബ്ലഡ് കൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ ഒരു 9 താഴോട്ടേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ദിസ് ഗേൾ ഇസ് അനീമിക്. അനീമിക് എന്ന് പറയാറുണ്ട്. കോമൺലി വരുന്ന ഒരു അസുഖമാണ് എന്ത്? അനീമിയ. അല്ലെ, ഗേൾസിനൊക്കെ കോമൺലി വരുന്ന ഒരു അസുഖമാണ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറയുന്നതാണ്. അപ്പം കൊബാൾട്ട് എന്താണ്? നമ്മളെ ബോഡിയിലെ RBC ഫോർമേഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റൽ ആണ് കൊബാൾട്ട്. സോ ഇറ്റ്സ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു അനീമിയ. ഇനി അടുത്ത മെറ്റൽ എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്. സിങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ഹൈഡ്രോളിസിസ് ആണ്. പെപ്റ്റൈഡ് ഹൈഡ്രോളിസിസ് എന്തിനാണ് നടക്കുന്നത്? പ്രോട്ടീൻ ഫോർമേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പെപ്റ്റൈഡ് ഹൈഡ്രോളിസിസ്. പെപ്റ്റൈഡ് ബോണ്ട് എന്താണ്? പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോണ്ടാണ് പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട്സ് വെച്ചിട്ടാണ്, അല്ലെ? ആ പെപ്റ്റൈഡ് ബോണ്ട്സിന്റെ ഹൈഡ്രോളിസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റൽ ആണ് സിങ്ക്. ഇനി പിന്നെ കാർബോണിക് എൻഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്. ഇത് രണ്ടും ഒരു മെറ്റലോ എൻസൈംസ് ആണ്. കാർബോണിക് എൻഹൈഡ്രേസും കാർബോക്സി പെപ്റ്റിഡേസും. ഈ രണ്ട് മെറ്റലോ എൻസൈംസിലും ഉള്ള മെറ്റലാണ് എന്ത്? സിങ്ക്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ പഠിക്കണം. കാർബോണിക് എൻഹൈഡ്രേസിലുള്ള മെറ്റൽ ഏതാ ചോദിച്ചാൽ സിങ്ക്. കാർബോക്സി പെപ്റ്റിഡേസ്. കാർബോണിക് എൻഹൈഡ്രേസ് എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രോളിസിസ് ഓർ ഹൈഡ്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ കാർബോണിക് എൻഹൈഡ്രേസിന്റെ. കാർബോക്സി പെപ്റ്റിഡേസ് വരുമ്പോൾ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് ഹൈഡ്രോളിസിസ് ആണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ്, ഈ കാർബോക്സി പെപ്റ്റിഡേസസ് എന്ന് പറയുമ്പോൾ. ഏസസ് എന്ന് പറയുമ്പോൾ എന്താ? എപ്പോഴും ഏസസ് എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം എന്തായിരിക്കും? എൻസൈംസ് ആയിരിക്കും. ഇപ്പൊ കാർബോണിക് എൻഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, നൈട്രോജിനേസ്, യൂറിയേസ്. അപ്പൊ നമുക്ക് ആ ഒരു പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരണം. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു എൻസൈംസ്. എൻസൈംസിന്റെ പേരായിരിക്കും എന്ത്? ഈ ഏസസ് എന്ന് വെച്ചിട്ട് ഇതാക്കുന്നത്. അപ്പൊ കാർബോക്സി പെപ്റ്റിഡേസസ്. പെപ്റ്റിഡേസസ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ബ്രേക്ക് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സംഭവമാണ് എന്ത്? കാർബോക്സി പെപ്റ്റിഡേസസ്. അപ്പൊ ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്സ്, അതാണ് അതിന്റെ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മോളിബ്ഡീനം. മോളിബ്ഡീനം വേറൊരു മെറ്റലാണ്. അതൊക്കെ ട്രേസ് എലമെന്റ് ആണ്. മോളിബ്ഡീനം നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ട്രേസ് എലമെന്റ്സ് കാറ്റഗറിയിൽ പഠിച്ച ഒരു മെറ്റലാണ് അല്ലെങ്കിൽ എലമെന്റ് ആണ് മോളിബ്ഡീനം. മോളിബ്ഡീനം നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റൈസോബിയം, നമ്മൾ കുറെ നൈട്രജൻ ഫിക്സിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ. റൈസോബിയം, മറ്റേ നമ്മള് ടച്ച് മീ നോട്ടിലൊക്കെ നമ്മൾ റൈസോബിയം ഉണ്ട്. റൈസോബിയം അത് നൈട്രജൻ കൺവേർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? ആ ഒരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. മോളിബ്ഡീനം നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു എൻസൈം ഉണ്ടാവുമല്ലോ, നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ടാവും. ആ എൻസൈം ആണ് എന്ത്? നൈട്രോജിനേസ്. നൈട്രോജിനേസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ആണ്. ആൻഡ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് നൈട്രോജിനേസ് വിൽ ബി ഹാവിംഗ് മോളിബ്ഡീനം സെന്റർ ഉണ്ടാവും നൈട്രോജിനേസ് ബാക്ടീരിയയിൽ. ഓക്കെ, നൗ ദെൻ അയോൺ സൾഫർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസ് ആണ് അയോൺ സൾഫർ പ്രോട്ടീൻസ്. ആക്ച്വലി ഇത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അയോൺ സൾഫർ പ്രോട്ടീൻസ്. പക്ഷെ എന്താണ്, ജാം ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല ഈ അയോൺ സൾഫർ പ്രോട്ടീൻസ് എന്നുള്ളത്. അതൊരു CSIR നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് അയോൺ സൾഫർ പ്രോട്ടീൻ. പിന്നെ ഫെറഡോക്സിൻ അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രോട്ടീൻ ആണ് അയോൺ സൾഫർ. അത് നിങ്ങൾ എന്താണ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കും. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് മെറ്റൽ ഇസ് കോപ്പർ. കോപ്പർ നമുക്കറിയാം
കോപ്പർ എന്താണ് അല്ലാണ്ട് ഭയങ്കര യൂസ് ഒക്കെ ഉള്ള സംഭവമാണ് കോപ്പർ. നമ്മൾ പുറമെ നോക്കുകയാണെങ്കിൽ നമ്മൾ കോപ്പറിന്റെ കുറെ കാര്യങ്ങളും ഇതൊക്കെ വരും. നമ്മളെ ബോഡിയിൽ അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂ കോപ്പർ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഉണ്ട്. ബ്ലൂ കോപ്പർ പ്രോട്ടീനിലുള്ള സെറിലോപ്ലാസ്മിൻ, അസ്യൂറിൻ, അങ്ങനെ പറഞ്ഞ കുറെ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. ഈ സെറുലോപ്ലാസ്മിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ, ഇറ്റ് ഈസ് എ ബ്ലൂ കോപ്പർ പ്രോട്ടീൻ. ആ ബ്ലൂ കോപ്പർ പ്രോട്ടീന്റെ മെയിൻ എലിമെന്റ് ആണ് എന്ത്? കോപ്പർ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. സെറുലോപ്ലാസ്മിൻ ഇസ് എ ബ്ലൂ കോപ്പർ പ്രോട്ടീൻ വിച്ച് whose deficiency lead to anemia. ഈ സെറുലോപ്ലാസ്മിന്റെ ഡെഫിഷ്യൻസി എന്തിനുണ്ടാക്കും? അനീമിയക്ക് കാരണമാവും. ആൻഡ് ഇഫ് ദിസ് കോപ്പർ ഇസ് highly present in the body or higher concentration of copper leads to Wilson disease. വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ആണ്. ആ ഡിസീസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ്, ഒരു കോപ്പർ എക്സസ് ആകുമ്പോൾ വരുന്ന ഒരു ഡിസീസ് ആണ് വിൽസൺസ് ഡിസീസ്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അയേൺ ആണ്. അയേൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ടും ഓക്സിജൻ സ്റ്റോറേജും. മെയിൻലി നമുക്ക് ഓക്സിജൻ എന്ന് പറയേണ്ട, ജസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് എന്നുള്ള ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് അയേൺ എന്നുള്ളത്. ഈ അയേൺ ആണ് നമ്മൾ ഇവിടുത്തെ താരം വേണമെങ്കിൽ പറയാം. നമ്മൾ മെയിൻ ആയിട്ട് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന ഈ അയേണിന്റെ കുറിച്ചായിരിക്കും. അയേണിന്റെ കോർഡിനേഷൻ, അയേൺ ഇവിടെ പോർഫയറിനുമായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ എന്താവും, അതൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അയേൺ ഒരു മെയിൻ സംഭവമാണ്. ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചിലപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂല. നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ജാം സിലബസിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോണിക് എൻഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പഠിക്കും, പിന്നെ ഹീമോഗ്ലോബിനെ കുറിച്ച് പഠിക്കും, മയോഗ്ലോബിനെ കുറിച്ച് പഠിക്കും. ഈ 3 സ്ട്രക്ചേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ടോക്സിസിറ്റി ആണ്. നമ്മൾ ആ വേർഡ് തന്നെ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോക്സിക് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു കോമൺ ടേം ആണ് എന്ത്? ടോക്സിക് അല്ലെ? ടോക്സിക് നമ്മൾ പല കാര്യങ്ങളിലും ഈ ഒരു ടോക്സിസിറ്റി പറയുന്നുണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളെ ബോഡിയിൽ എലിമെന്റ്സിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും, അതാണ് ടോക്സിസിറ്റി. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദി ഡിഗ്രി ടു വിച്ച് എ സബ്സ്റ്റൻസ് ക്യാൻ ഡാമേജ് ആൻ ഓർഗാനിസം. ഓർഗാനിസത്തിൽ മനുഷ്യനും വരും, എല്ലാവരും വരും. ഓക്കെ, അപ്പോ നമ്മളെ എലിമെന്റ്സിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആവണമെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത്. ഇഫ് ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ഹൈ ഓർ ദി കോൺസെൻട്രേഷൻ ഇസ് വെരി ഹൈ, ആ ഒരു സ്റ്റേജ് നമ്മളെ ഡെത്തിലേക്ക് വരെ എത്തിക്കും. അപ്പം നമ്മളെ ബോഡിക്ക് എത്ര അത് ഡാമേജ് ചെയ്യും, ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെന്റ്, ആ ഒരു ഇതിന് പറയുന്ന പേരാണ് എന്ത്? ടോക്സിസിറ്റി. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 മെറ്റൽസിന്റെ ടോക്സിസിറ്റിനെ കുറിച്ച്. ആ ഡിസീസ് മാത്രം ജസ്റ്റ് പഠിച്ചാൽ മതി. മെർക്കുറിന്റെ അല്ലെങ്കിൽ മെർക്കുറി കോൺസെൻട്രേഷൻ കൂടിയാൽ വരുന്ന ഒരു ഡിസീസാണ് മീനമാറ്റ ഡിസീസ്. പിന്നെ കാഡ്മിയം കൂടുതൽ വരുമ്പോൾ ഉള്ളതാണ് ഇറ്റൈ ഡിസീസ്. പിന്നെ അലൂമിനിയത്തിൽ വരുന്നതാണ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അലൂമിനിയത്തിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ വരുന്ന ഒരു ഡിസീസാണ് അൽഷിമേഴ്സ് ഡിസീസ്. ഇതിലൊന്നും ഇപ്പൊ കൂടുതലായിട്ട് എന്താണ് കുറെ കാര്യങ്ങൾ പറയാനൊന്നും പറ്റൂല. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക തന്നെ, കാരണം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണ്ടി വരും ഇത് പഠിക്കണമെങ്കിൽ. ഓക്കെ.